ഗർഭകാലത്ത് ഒരമ്മ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ആ ദുഃഖം കുഞ്ഞിനും അനുഭവപ്പെടുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സൈക്കോളജി പ്രകാരം ഇന്ന് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്ലോ ആൻഡ് ഗ്രോ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കുഞ്ഞിന്റെ യാത്ര ജനനത്തിന് മുന്നേ തുടങ്ങുന്നു എന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായി മറ്റൊരു പ്രധാന വിഷയമാണ് സംസാരിക്കുന്നത്. ഒരു അമ്മയുടെ ഫീലിങ്സ് കുഞ്ഞിനെ സ്വാധീനിക്കുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്ന് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗർഭകാലത്ത് അമ്മയ്ക്ക് സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വരും. അത് സ്വാഭാവികമാണ്. ഒരു ദിവസം നമുക്കിങ്ങനെ കരഞ്ഞെന്നോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടെന്നോ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഒരു ഗർഭിണിയായ ഒരു അമ്മയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളിപ്പോൾ ഒരു റൂമിലിരിക്കുകയാണ്. ആ റൂമിനകത്താണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർ തമ്മിൽ ഭയങ്കര തക്കം നടക്കുവാണ്. അവര് വളരെ ഒച്ചത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കും എന്താണ് ഒരു പ്രത്യേക ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, അല്ലെ? നമുക്കൊരു അസ്വസ്ഥതയുണ്ടാവും. ഈ ഒരു ശബ്ദവും ആ ഒരു വഴക്കിടുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാവും. എന്നാൽ നിങ്ങൾ മറ്റൊരു റൂമിലേക്ക് പോവാണ്. ആ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, ഭയങ്കര മൃദുവായ സംസാരമാണ്, അല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണുള്ളത്. അവിടെ ഇരിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം തോന്നും. ഗർഭപാത്രം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ആദ്യ ലോകമാണ്. അതുകൊണ്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് നല്ല ശാന്തമായ അന്തരീക്ഷവും സ്നേഹവും പിന്തുണയൊക്കെ നൽകണമെന്ന് പറയാൻ കാര്യം. നിങ്ങളൊരു കാര്യം ഓർക്കണം, പെർഫെക്റ്റ് പ്രഗ്നൻസി എന്നൊന്നില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് വിഷമവും സന്തോഷവും ഇതൊക്കെ മാറി മാറി വരും. അതെല്ലാം സ്വാഭാവികമാണ്. അതിനാൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റിയുള്ള ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആവശ്യമുള്ളപ്പോൾ സഹായം തേടുക. ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ആക്റ്റീവായിരിക്കുക, നന്നായി ഉറങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ലതാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനുള്ള പങ്ക് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്, ആ പങ്കിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്ലോ ആൻഡ് ഗ്രോയ്ക്കൊപ്പം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക്